എൻ്റെ പേര് ശോഭ സാബു. ഞാൻ എറണാകുളം കലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ വന്ന കാലം, കല്യാണം കഴിഞ്ഞ് വന്ന കാലം മുതൽക്ക് കാണുന്നതാണ്. ഞങ്ങളുടെ കലൂർ കത്രിക്കടവ് മാർക്കറ്റ് ഞങ്ങളുടെ പേരിലുള്ളതാണ്. അവിടെ പ്രശ്നങ്ങളും കടമുറികളുടെ കേസുമായിരുന്നു. അപ്പോൾ എപ്പോഴും 25-30 വർഷമായി ഞാൻ കാണുന്നു ഭർത്താവ് പരാതികൾ എഴുതലും അവരെ കാണാൻ പോലും ഇവരെ കാണാൻ പോലും. ഇത് തന്നെയാണ് വീട്ടിലെ എപ്പോഴുമുള്ള പ്രശ്നങ്ങൾ. ഈ മാർക്കറ്റിൻ്റെ പ്രശ്നങ്ങളും. ആരും വാടക തന്നിരുന്നില്ല. 2-3 കടക്കാർ മാത്രമേ ഞങ്ങൾക്ക് വാടക തന്നിരുന്നുള്ളൂ. ബാക്കിയെല്ലാം പ്രശ്നങ്ങളിലായിരുന്നു. അങ്ങനെ ഞാനിത് കണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ 2018 എൻ്റെ ഹസ്ബൻഡിൻ്റെ കടയിൽ ഒരു ഫ്രണ്ട് ഒരു കൃപാസനം പത്രം കൊണ്ടുവന്നു. അതെനിക്ക് കൊണ്ടുവന്നു. അത് ഞാൻ വായിച്ചു. ഉടമ്പടി എടുത്താൽ ഉടനടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് കണ്ടപ്പോൾ ഉടമ്പടി മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാം, ഈ വിവരം മാതാവിനെ അറിയിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചിയുമായി വന്ന് ഉടമ്പടി എടുത്തു. ആദ്യത്തെ നിയോഗം മാർക്കറ്റിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് അത് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടണമെന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച ആദ്യത്തെ കാര്യമാണ് മാർക്കറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഞങ്ങൾക്കത് ഷെയർ ചെയ്ത് കിട്ടണമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് മാർക്കറ്റിൽ ഇടയ്ക്ക് ഉപ്പൊക്കെ കൊണ്ട് പ്രത്യേക വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിടാറുണ്ടായിരുന്നു. അങ്ങനെ അത് പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് അനുകൂലമായി കേസ് വരികയും ഞങ്ങൾ പൈസയൊന്നും മേടിക്കാതെ തന്നെ അവരൊഴിവാക്കി. ഞങ്ങൾക്ക് ആ സ്ഥലം ഞങ്ങൾക്ക് അനുകൂലമായി കിട്ടി. ഞങ്ങൾക്ക് 3 ചേട്ടനനിയന്മാരാണ്. ഞങ്ങൾക്ക് നല്ല മനോഹരമായ ബിൽഡിങ് എല്ലാം പൈസയൊന്നും കരുതി വെച്ചിട്ടല്ല, എന്നാലും ഓരോരുത്തരുടെ ഭാഗവും ആ കടക്കാരെയൊക്കെ അപ്പുറത്തെ വശത്തേക്ക് മാറ്റി ഞങ്ങൾക്ക് ഓരോരുത്തരുടെ ഷെയറിലും മനോഹരമായ ഒരു ബിൽഡിംഗ് പണിയാൻ സാധിച്ചു. ഇത്രയും പണിത് തീർക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല. എല്ലാ സമയവും ഞങ്ങൾ കാശ് രൂപം കൊണ്ടുവയ്ക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാനും ഹസ്ബൻഡും മക്കളും ഉപ്പ് വിതറി അവിടെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പണി പൂർത്തിയാകുന്നതുവരെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പണിക്കാർക്കും ഒരു ആപത്തും വരാതെ ആ പണി പൂർത്തിയാക്കി മനോഹരമായിട്ടും. നല്ല വാടകക്കാരെ കിട്ടാൻ പ്രശ്നമായിരുന്നു. ആ കടക്കാരൊക്കെ വാടകയ്ക്ക് വരുന്ന ആൾക്കാരെയൊക്കെ ഒഴിവാക്കി വിടുകയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അച്ഛനെ കൊണ്ട് ഞാൻ പ്രമാണം കാണിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ജോസഫ് അച്ഛനെ കൊണ്ടുവന്ന് ഞാൻ പ്രമാണം കൊണ്ടുവന്ന് വാടകക്കാരെ കിട്ടണില്ല, അവർ തടസ്സങ്ങൾ വരുത്തണു, കടമുറികൾ നോക്കാൻ വരുന്നവരവർ പറഞ്ഞു വിടണു. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അച്ഛൻ വന്ന് ഈ പ്രമാണമൊക്കെ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് തൊട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് നല്ല വാടകക്കാരെ കിട്ടുകയും നല്ല വാടക കിട്ടുകയും ചെയ്യുന്നുണ്ട്. മാതാവിന് 1000 നന്ദി പറയുന്നു. പിന്നെ അടുത്തതായിട്ട് എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് ഹെർപ്പസ് വൈറസ് എന്ന് പറഞ്ഞൊരു ചിക്കൻ ബോക്സ് പോലത്തെ ഒരു അസുഖം വന്നു. എനിക്കത് മനസ്സിലായില്ല. ഒരു ചൂടുകുരു പോലെയാണ് വന്നത്. ആദ്യം പുറത്ത് വന്നു. പിന്നെ ഞാൻ വെള്ളിയാഴ്ച ഒരു കുരു പോലെ കണ്ടു. ഒരു ചൂടുകുരാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ ശനിയാഴ്ച അത് കൂടുതലായി. ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോയപ്പോൾ എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒന്നും പറയാൻ പറ്റണില്ല. എനിക്ക് നെഞ്ചുവേദന, ഒരു ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് ഞാൻ വിചാരിച്ചു. ആകെ സ്റ്റക്കായ പോലെയായി. എൻ്റെ മോളപ്പുറത്തിരിക്കുന്നുണ്ട്. എനിക്ക് അവളെ വിളിക്കാനോ അവളോട് പറയാനോ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയാനോ എനിക്ക് പറ്റണില്ല. എനിക്ക് വല്ല അറ്റാക്കായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ മാതാവ് എനിക്ക് എന്താണെന്ന് മനസ്സിലാക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് അപ്പോൾ തന്നെ അവളെ വിളിക്കാൻ കൈ പോകണില്ല. എനിക്ക് വായ തുറക്കാൻ പറ്റണില്ല. എനിക്ക് നെഞ്ചുവേദന എടുക്കണ പോലെ എനിക്ക് ശ്വാസം കിട്ടണില്ല. ഞാനവിടെ കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, എനിക്ക് വേഗം ഡാഡിനെ വിളിച്ച് എനിക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവർക്കും മനസ്സിലാവണില്ല. അവർ ഹാർട്ടിൻ്റേതായ എല്ലാ ടെസ്റ്റുകളും നടത്തി ICUവിലിട്ട് കുറേ പ്രാവശ്യം സ്കാൻ ചെയ്ത് ECG എടുത്ത് എല്ലാ മരുന്നുകളും എഴുതി തന്നു. അവസാനം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ. അപ്പോൾ ഈ ഹെർപ്പസിൻ്റെ അസുഖം കൂടുതലായി, നല്ല ചുമന്ന കളറിൽ എനിക്ക് കിടക്കാൻ പറ്റണില്ല നേറിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരത് സീരിയസ് ആയിട്ട് എടുക്കണില്ല. അപ്പോൾ ഞാനത് പറഞ്ഞു പോണ വഴിക്ക് ഡോക്ടറെ കാണിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഹാർട്ടിൻ്റേതായ ഒന്നുമല്ല, ഇത് ഹെർപ്പസ് എന്ന് പറഞ്ഞ അസുഖമാണ്. ഇത്
അതിനുള്ള മരുന്നുകൾ തന്നു. ഹാർട്ടിൻ്റെ മരുന്നുകളൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് വീട്ടിൽ പോയി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ കാണാൻ വന്നു. എനിക്ക് കിടക്കാൻ പറ്റണില്ല. ഈ വസ്ത്രം മേത്ത് തൊടുമ്പോൾ എനിക്ക് ഓപ്പറേഷൻ ചെയ്ത ഒരു ശരീരത്തിൽ വസ്ത്രം തൊടണ പോലെയായിരുന്നു. ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാനൊരു മുറിക്കുള്ളിൽ ഇരുന്നത്. ഞാനങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി മരുന്നൊന്നും കഴിക്കാനില്ല, ഇംഗ്ലീഷിൽ ഇതിന് മരുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര നീറ്റലും പുകച്ചലും, എനിക്ക് വസ്ത്രം ഇടാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു അത് ഒരു വർഷം അല്ലെങ്കിൽ ചിലവർക്ക് 6 മാസം അല്ലെങ്കിൽ ഒരു ജീവിതാവസാനം വരെ ഈ നീറ്റലുണ്ടായിരിക്കും, അത് സഹിക്കാണ്ട് നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഈ ഇംഗ്ലീഷിൽ ഇതിൽ മരുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആകെ വിഷമമായി. ഞാനിത് സഹിച്ച് എങ്ങനെ ജോലി ചെയ്യും? അടുക്കളയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. ഒരു പണി കഴിഞ്ഞ ഉടനെ ഞാൻ പോയി കിടക്കുക, അമർത്തി പിടിച്ച് ഇങ്ങനെ കിടക്കണം. അതുപോലെ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഞാനിങ്ങനെ കിടന്നാൽ എന്ത് ചെയ്യും? അതായത് എന്ന് പറഞ്ഞിട്ട് എനിക്കിതിൽ മരുന്നില്ലല്ലോ, ഞാനിനി എന്താ ചെയ്യുക? ഞാൻ ഉടമ്പടി തൈലെടുത്ത് ഏത് സമയവും ഞാൻ പുരട്ടാൻ തുടങ്ങി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാതാവിനോട് അപേക്ഷിച്ചു, എനിക്ക് നീറ്റൽ മാറ്റി തരണേ. എനിക്ക് ഉടുപ്പ് ഇടാനൊന്നും, ഈ ഉടുപ്പ് ഇവിടെ കൊള്ളുമ്പോൾ എനിക്ക് ഭയങ്കര വേദന. ഞാൻ അറിയാത്ത പോലെ ഞാൻ നടന്നു. ഈ തൈലം മണിക്കൂറിന് മിനിറ്റിന് ഞാനിത് പുരട്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു ആഴ്ച കഴിഞ്ഞ് ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ നീറ്റലെല്ലാം പോയി. ഒരു ജീവിതാവസാനം വരെ ഉണ്ടാവും എന്ന് പറഞ്ഞ നീറ്റൽ പില്ലിലോർത്തായി. എൻ്റെ മാതാവ് ഇതെടുത്ത് മാറ്റിയെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഞാൻ കേൾക്കുന്നവർക്കൊക്കെ ഇതിൻ്റെ വേദന അങ്ങനെ മാറാറില്ല, ഭയങ്കര നീറ്റലുണ്ടാവും. ഒരു 50 വയസ്സിന് ശേഷം ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് ഈ അസുഖം വരാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ വേദന ഉടനെ തന്നെ 1 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ വേദന നീറൽ പൂർണ്ണമായി മാതാവ് മാറ്റി തന്നു. എനിക്ക് 1000 നന്ദി മാതാവിന് പറയാനുണ്ട്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ എല്ലാ ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ട് പത്രം കൊടുക്കാറുണ്ട്. പത്രം കൊടുക്കണതിൻ്റെ ഒപ്പം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ ഏത് സമയവും വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഓരോരുത്തരെ കണ്ടുപിടിച്ച് ഞാൻ പത്രം കൊടുക്കുന്നത്. അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസയും മരുന്ന് മേടിക്കാനുള്ള പൈസയൊക്കെ ഞാൻ അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാറുണ്ട്. പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കാറുണ്ട്. എല്ലാ ദിവസവും മുടങ്ങാണ്ട് പള്ളിയിൽ പോകുന്നുണ്ട്. പള്ളിയിൽ പോകാനൊക്കെ എനിക്ക് മടിയായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനിപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ദിവസം പോലും മുടങ്ങാണ്ട് പരമാവധി ഞാൻ ശ്രമിച്ച് ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, കുമ്പസാരിക്കാറുണ്ട്. ഇത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ബൈബിൾ വായന, ഞാൻ പ്രാർത്ഥനയ്ക്ക് മാത്രമേ എത്തിച്ചിരുന്നുള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബൈബിൾ വായന 1 മണിക്കൂർ, അതിന് കൂടുതൽ സമയം ബൈബിൾ വായന ചെയ്യാറുണ്ട്. പിന്നെ ഉടമ്പടി ധ്യാനം ഞാൻ മുടങ്ങാതെ കേൾക്കുന്നുണ്ട്. ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥന ഒക്കെ അച്ഛൻ്റെ കേൾക്കുമ്പോൾ എനിക്ക് രാവിലത്തെ പ്രാർത്ഥന ഒന്നും കൂടി തീഷ്ണതയോടെ ചെല്ലാനായിട്ട് എനിക്ക് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. ഞാനിത് മാതാവിനോട് സാക്ഷ്യം പറയാൻ എനിക്ക് എൻ്റെ പേടി മൂലം ഞാൻ കുറേ താമസിച്ചു. സാക്ഷ്യം പറയാനായിട്ട് പേടിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കാനുള്ള ധൈര്യക്കുറവ് കൊണ്ടാണ് മാതാവെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. എനിക്ക് കോടാനുകോടി നന്ദി തന്നതിന് ഈശോയോടും തിരുക്കുമാരനോടും നന്ദി പറയുന്നു.